കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? ഒരു ദുരന്തത്തെ നേരിടാൻ കേരളം ഒറ്റക്കെട്ടായി ഇറങ്ങുകയാണ് എല്ലായ്പ്പോഴും ചെയ്യാറ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോഴായാലും നിപ്പ വന്നപ്പോഴായാലും അതല്ലാതെ മറ്റു പല ദുരന്തങ്ങൾ വരുമ്പോഴുമൊക്കെ ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ നേരിട്ട് ആണ് നമ്മൾ ലോകത്തിന് മാതൃകയായിട്ടുള്ളത്. അതിന് വലിയ സഹായവും വരാറുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു പൊതു രീതി ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലൊരു ദുരന്തം ഉണ്ടായാൽ അതിൽ പലരും സഹായിക്കാൻ ഇവിടേക്ക് എത്താറുമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പക്ഷേ വ്യത്യസ്തമായിരുന്നു സാഹചര്യം. കാരണം CMDRFിലേക്ക് സഹായം വന്നു എന്നുള്ളത് വാസ്തവമാണ്. എങ്കിൽ കൂടി രാഷ്ട്രീയമായി വളരെ ചൂടുപിടിച്ച ഒരവസ്ഥയിലാണ് ദുരന്തം ഉണ്ടാകുന്നത്. കാരണം തൊട്ട് പിന്നാലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രെഡിറ്റും സർക്കാരിന് പോകരുത് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ മട്ടിൽ പ്രവർത്തിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്തരം അവസരങ്ങളെ അങ്ങനെ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു ചരിത്രമൊന്നും കേരളത്തിൽ ഇല്ല. പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് ഒരു നിലപാട് അന്നത്തെ KPCC പ്രസിഡന്റ് സ്വീകരിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് ശക്തമായി പറഞ്ഞത് CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും ഫണ്ട് കൊടുക്കരുത് എന്നാണ്. മാത്രമല്ല CMDRFിലേക്ക് ഫണ്ട് കൊടുത്ത രമേശ് ചെന്നിത്തലയെ രൂക്ഷമായി വിമർശിക്കുകയാണ് KPCC പ്രസിഡന്റ് എന്ന് ചെയ്തത്. അതുമാത്രമല്ല, അതിനെ വിമർശിക്കുകയും ഈ പറഞ്ഞ പോലെ MLA മാർ അവരുടെ പൈസയൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല കൊടുത്ത പൈസ അവിടെ വീടായി മാറുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ കോൺഗ്രസിന് കൊടുത്ത പൈസയ്ക്ക് ഇപ്പോഴും അനക്കമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, അതിനുശേഷം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ആ ടീമായി നിന്നുകൊണ്ട് തന്നെ CMDRFിനെതിരെ വലിയ പ്രചാരണം നടത്തി. ഒരു തരത്തിലും ആ രീതിയിലല്ല. ഇവിടെ ഇപ്പോൾ വീടുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കാൻ പോവുകയാണ്. കോൺഗ്രസിൻ്റെ സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കുന്നു. ലീഗിൻ്റെ സ്വന്തം നിലയ്ക്കും വീട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രഖ്യാപിച്ചത്. ഇത് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം വേറൊന്നും കൂടിയുണ്ട്. യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പരിഹസിക്കപ്പെട്ട ഒരു സംഗതി. അതിന് കാരണം എന്താണ്? DYFI 25 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 25 വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് 30 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ്. ഷാഫി മാങ്കൂട്ടത്തിലും കൂടെ 30 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആളുകളൊന്നും അങ്കലാപ്പിലാവുന്നുണ്ട്. ഇതൊക്കെ നടക്കാനാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അന്ന്. പക്ഷേ എന്നാലും വളരെ ആത്മാർത്ഥതയോടെ പ്രഖ്യാപിച്ചതാണെങ്കിൽ നടക്കട്ടെ എന്ന മട്ടിൽ തന്നെയാണ് അത് എല്ലാവരും വിട്ടുകൊടുത്തത്. അതിനുശേഷം മുഖ്യമന്ത്രി 2004 ഓഗസ്റ്റിലൊരു യോഗം വിളിച്ചു ചേർക്കുകയാണ്. ഈ വീട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച മുഴുവൻ പേരെയും കൂട്ടിക്കൊണ്ട് 50 വീടുകൾക്ക് മുകളിൽ സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്തുകൊണ്ടൊരു യോഗം നടത്തി. അവിടെയും ഈ പറയുന്ന 25 വീടാണെന്ന് DYFI പറഞ്ഞതെങ്കിലും DYFI അടക്കം ആ യോഗത്തിൽ വിളിച്ചു ചേർത്തു. കാരണം വീടുകൾ അതിന് സംഭാവന കൂടുതൽ അവരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന തുക വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ യോഗം വിളിച്ചു ചേർക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കുന്ന വിപുലമായ യോഗം വിളിച്ചു ചേർത്തതിൽ ആ യോഗത്തിലാണ് മുഖ്യമന്ത്രി പൊതുവെ സംഘടനകളെ നിരാശരാക്കുന്ന തരത്തിലൊരു പ്രഖ്യാപനം കൂടി നടത്തി. അത് വേറൊന്നുമല്ല, ഒരു 30 ലക്ഷം രൂപയൊക്കെ ചിലവാകും ഒരു വീടിന് എന്ന്. എല്ലാവരും വിചാരിച്ചിരുന്നത് 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പൂർത്തിയാവുന്ന തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതി ആയിരിക്കും ഇത് എന്നാണ്. അങ്ങനെയല്ല, ഇതൊരു ലോകോത്തര പുനരധിവാസ പദ്ധതിയായി തന്നെ മാറണം. അതുകൊണ്ട് തന്നെ ഒരു 10-30 ലക്ഷം രൂപ ഒരു വീടിന് ചിലവാകുന്ന തരത്തിലായിരിക്കും എന്നാണ്. ഈ പോയ സംഘടനകളിൽ പലർക്കും ആ സമയത്ത് നിരാശയുണ്ടായിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി കണ്ടെത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സംഘടനകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, സ്പോൺസർമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ദുഷ്കരമായ ഒരു സാഹചര്യമായിരിക്കും. എന്നാലും പറ്റുന്നത് കൊടുക്കുക എന്ന മട്ടിലേക്ക് അവർ മാറി. പക്ഷേ DYFI 20 കോടി രൂപയാണ് കൊടുത്തത്. 20 കോടി രൂപ, അതായത് 100 വീടുകൾക്കുള്ള. അവർ പ്രഖ്യാപിച്ചത് 25 വീടുകളാണെങ്കിൽ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തബാധിതർക്കായി വയനാട് ടൗൺഷിപ്പിൽ പൂർത്തിയാകുന്ന വീടുകളിൽ ഈ പറയുന്ന 400 വീട്, അതായത് VD സതീശൻ പറഞ്ഞ കണക്കിൽ പെടുന്ന വീടുകളിൽ 100 വീട് DYFIയുടെ കണക്കിലുള്ളതാണ്. ആ വീടുകൾ DYFI നിർമ്മിച്ച് നൽകുന്നു. യൂത്ത് കോൺഗ്രസ് അതിന് ഫണ്ട് പിരിക്കുക 20 കോടിയാണ് അവർ കൊടുത്തതെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവ് തുടങ്ങിയ ഇപ്പോഴും അവ്യക്തമായ കണക്കുകളാണ്. നമുക്കറിയില്ല, എനിക്കിപ്പോഴും കൃത്യമായിട്ട് ഇത് അവർ 20 കോടി കൊടുത്തുകൊണ്ട് നമുക്ക് 20 കോടി എന്ന് പറയാനുണ്ട്. യൂത്ത് കോൺഗ്രസ് കൊടുത്തത് എത്രയാണ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ കണക്ക് കൂട്ടിയ ചില കണക്കുകൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെല്ലാം ഇന്നിപ്പോൾ VD സതീശൻ പറഞ്ഞതിന് സമാനമായ ഒരു പ്രയോഗം നടത്തിയ ആൾ ഷാഫി പറമ്പിലാണ്. എന്താണ് ഷാഫി പറമ്പിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഇന്ന് പറയാണ്, സർക്കാരിനോട് ചോദിച്ചാൽ ഞങ്ങൾ ഭൂമി, പക്ഷേ അവർ ഭൂമി ഞങ്ങൾക്ക് തരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അപ്പോൾ അയ്യോ ഭൂമി കൊടുത്തിരുന്നെങ്കിൽ അവർ പണിതേനെ എന്നുള്ള മൂഡിലേക്ക് മാറുമ്പോഴേക്ക് അന്ന് തന്നെ റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്റർ അന്നേരം തന്നെ അതിനെ ബ്ലോക്ക് ചെയ്തു. കാരണം എന്താണ്, എന്നാൽ ആ ഭൂമി ആവശ്യപ്പെട്ട കത്ത് കാണിക്കൂ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല, ഭൂമി ആവശ്യപ്പെട്ടിട്ടുമില്ല. ഭൂമി ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്, ഭൂമി ആവശ്യപ്പെട്ടത് തരാത്തത് കൊണ്ടാണ്, അത് 3 മാസം മുമ്പാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന്.
ഇത് 2024 തന്നെ ഭൂമി കിട്ടില്ല എന്നുള്ളത്, അതായത് സംഘടനകൾക്ക് ഭൂമി കിട്ടില്ല എന്നുള്ളത് ഈ സംഘടനകൾക്ക് വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. സ്വന്തം നിലയ്ക്ക് പോകുന്നവർക്ക് ഭൂമി കിട്ടില്ല എന്നുള്ളത്. കാരണം അവിടെ ഭൂമി സർക്കാരിൻ്റെ ഒരു ടൗൺഷിപ്പാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ ടൗൺഷിപ്പിന് ചില പ്രത്യേകതകളുണ്ട്. അവിടെ എന്താണ് സർക്കാർ അവിടെ വേറെ ഒരു ഭൂമി കണ്ടെത്തി കൊടുക്കുന്ന തരത്തിലല്ല ഈ കാര്യങ്ങളെ കാണുന്നത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്താണ്, ബെനിഫിഷ്യറീസ് ആരാണെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 450 ബെനിഫിഷ്യറീസാണ്. അതിൻ്റെ കണക്ക് ഞാൻ പറയാം. അതായത് 450 ബെനിഫിഷ്യറീസിനെയാണ് അവർ ആ നിലയ്ക്ക് കണ്ടെത്തിയിരിക്കുന്നത്. ആ 450 ബെനിഫിഷ്യറീസിന് വേണ്ട ഭൂമി സർക്കാർ കണ്ടെത്തുന്നു, അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ള സങ്കല്പത്തിലേക്ക് സർക്കാർ വേഗത്തിൽ പോയി മുന്നോട്ട്. മറ്റ് സൗകര്യങ്ങളും അതിനൊരു കാരണമുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ആരാണ്, സിദ്ധരാമയ്യ 100 വീടുകൾക്കുള്ള സഹായം സിദ്ധരാമയ്യ കൊടുത്തു കർണാടക സർക്കാർ. പക്ഷേ അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് കൊടുത്തതാണ് എന്നുള്ളത് പുതിയ അറിവാണ്. കാരണം അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട്. എന്താണ്, സിദ്ധരാമയ്യ പ്രഖ്യാപിക്കുന്നു വീടുകൾ 100 വീട് കൊടുക്കുമെന്ന്. അതിനെ അഭിനന്ദിക്കുകയാണ് രാഹുൽ ഗാന്ധി അന്ന് ചെയ്തത്. അതെല്ലാവരും ഇപ്പം നമ്മൾ സനീഷും ഞാനും എല്ലാം അഭിനന്ദിക്കുന്ന വിഷയം തന്നെയാണ് തീർച്ചയായും ആ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നുള്ള കർണാടക സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ അങ്ങനെ 100 വീടുകൾ കിട്ടി, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് കോൺഗ്രസിൻ്റെ വീടാണെന്ന് അവകാശപ്പെടുന്നതിനകത്തൊരു ശരികേടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ സർക്കാർ പരിപാടിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് കോൺഗ്രസ്സുകാർ കേരളത്തിൽ. അന്നത്തെ KPCC പ്രസിഡന്റ് അത് പറഞ്ഞതാണ്. ആ ഫണ്ട് മുഴുവൻ കൃത്യമായി കോൺഗ്രസിൻ്റെ ഫണ്ടിലേക്ക് വരിക, കോൺഗ്രസ് വീട് വേറെ നിർമ്മിച്ചു കൊടുക്കും, സർക്കാർ പറ്റിക്കും എന്നാണ് അന്ന് വ്യാപകമായി. അതെന്താണ്, CMDRF എന്നുള്ളത് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഫണ്ടല്ല. അത് CM എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ്റെ ഫണ്ട് എന്ന മട്ടിലല്ലോ അത് പരിഗണിക്കേണ്ടത്. ഇതിനു മുമ്പ് CMDRF ഉമ്മൻചാണ്ടിയുടെ ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് ആരുടെ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിണറായി വിജയൻ്റെ ആയിരിക്കും, ചിലപ്പം വേറൊരു മുഖ്യമന്ത്രിയുടേതായിരിക്കും, അതല്ലെങ്കിൽ VD സതീശൻ്റെ തന്നെ ആയിരിക്കും. അങ്ങനെ പോകുന്ന ഒരു ഫണ്ടിൽ ഒരു സംവിധാനമാണത്. അത് ആളുകളുടെ സഹായത്തിന്, ഏത് ദുരന്തത്തിലും ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു കരുതലാണ്. ആ കരുതലിനെ ഈ മട്ടിൽ കൈകാര്യം ചെയ്തത് തെറ്റാണെന്ന് നമ്മളെല്ലാവരും വിമർശിച്ചതാണ്. കാരണം എന്താണ്, ഇങ്ങനെ അത് മാത്രമല്ല, കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവർ പോലും ആ നിലയ്ക്കല്ല അതിനെ കണ്ടത്. അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല CMDRFിലേക്ക് ഫണ്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം അങ്ങനെ നിൽക്കുന്നു. ഇനി ഈ 450 വീടുകൾ വേണം എന്ന് കണ്ടെത്തിയതിനകത്ത് മുസ്ലിം ലീഗ് 100 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ, അതായത് ഈ 450 വീടുകളിൽ ഉൾപ്പെടേണ്ടതില്ല, സർക്കാരിനോട് പൈസ തന്നേക്കെന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം രൂപ മേടിച്ച് അവിടെ നിന്ന് മറ്റ് സംഘടനകളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ വീടുകൾ കണ്ടെത്തും എന്ന്, അവിടുന്ന് വീടുകൾ കിട്ടും എന്നുള്ള മട്ടിൽ ആളുകൾ മാറിപ്പോയി. അപ്പോൾ സർക്കാരിന് ആദ്യഘട്ടത്തിൽ പണിയേണ്ടി വന്നത് എന്താണ്, അതിൽ സർക്കാരിന് ആദ്യഘട്ടത്തിൽ 285 പേരെ സത്യത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ആദ്യഘട്ടത്തിൽ. രണ്ടാമത് സെക്കൻഡ് അപ്പീൽ വന്നത് 49 പേരുടേതാണ്. അതിൽ ഒരാൾക്ക് വേറെ വീട് സ്ഥലമുണ്ടെന്ന് കണ്ടെത്തിയുകൊണ്ട് 48 പേർക്ക് കൂടി വീട് അനുവദിച്ചു. അങ്ങനെ ഈ 450 ബെനിഫിഷ്യറീസിൽ 325 പേർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ടൗൺഷിപ്പിൽ വീട് മതി എന്ന നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ 3 വീട് ഈ പണം മേടിച്ച 15 ലക്ഷം രൂപ വാങ്ങി ലീഗിൻ്റെയോ മറ്റ് സംഘടനകളുടെയോ ഒക്കെ വീടുകൾ ഏറ്റുവാങ്ങിക്കോളാം എന്ന് തീരുമാനിച്ച 3 പേർ ഇപ്പോൾ തിരിച്ച് സർക്കാരിന് അപേക്ഷ കൊടുത്തു, ഞങ്ങൾക്ക് കൂടി ടൗൺഷിപ്പിൽ വീട് വേണമെന്ന്. സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പോയ ബാക്കിയുള്ളവർ കൂടി ഒരു പക്ഷേ ഈ 100 ചില്ലുവാനും പേരാണ് അങ്ങനെ 104 പേരാണ് ഇതുവരെ അത് എയറിൽ നിൽക്കുന്നതേ ഉള്ളൂ, വീട് കിട്ടിയിട്ടില്ല പലർക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇത് സർക്കാരിൻ്റെ വീട് വേണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു. കൂടുതൽ പേർ ഇത് അപ്രൂവ് ആയാൽ ഒരുപക്ഷെ കൂടുതൽ പേർ ആ നിലയ്ക്ക് തിരികെ ഞങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ തന്നെ വീട് വേണം എന്നാവശ്യപ്പെടുന്നതാണ് കരുതുന്നത്. ഇനി അങ്ങനെ കരുതാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ, കൽപ്പറ്റ ടൗണിലെ ഏറ്റവും കണ്ണായ ഭാഗത്താണ് ഈ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് വരുന്നത്. ഇപ്പോൾ ലീഗിൻ്റെ അടക്കം മറ്റു പല ടൗൺഷിപ്പുകളും അവിടെ നിന്ന് വളരെ വെളിയിലാണ്. ചിലർക്ക് വെളിയിൽ തന്നെ ആവശ്യമുള്ളവരുണ്ട് കേട്ടോ. 8 പേര് സർക്കാരിൻ്റെ ഈ പട്ടികയിൽ ഉൾപ്പെട്ട 8 പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ ആദിവാസികളാണ്. വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് വേണം അവർക്ക് വീട് എന്ന് ആവശ്യപ്പെട്ടു. അവർക്ക് വനത്തോട് ചേർന്ന പ്രദേശത്ത് വീട് വെച്ച് കൊടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ആ നടപടികളിലേക്കാണ് പോയത്. ഇനി പ്രഖ്യാപിച്ച സംഘടനകൾ വേറെയുണ്ട്. അതായത് തമിഴ്നാട് ജമാഅത്ത് ഉലമ 14 വീട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോലീസ് യൂണിയൻ 3 വീട് കൊടുത്തു, വർക്ക്ഷോപ്പ് യൂണിയൻ 6 വീട് കൊടുത്തു, ഫിലോകാലിയ വ്യക്തികൾക്ക് 10 വീട് കൈമാറി. ഇവരൊക്കെ പ്രഖ്യാപിച്ചത് കൈമാറിക്കഴിഞ്ഞവരാണ്. പക്ഷേ ഇവിടെ ലീഗിൻ്റേത് പണി നടക്കുന്നു എന്ന് പറയുന്നു. അപ്പുറത്ത് ഇത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയുമാണ്. എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്തത്, എവിടെയാണത് നിൽക്കുന്നതെന്നൊരു ധാരണയുമില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കണക്കാണെന്ന് നമുക്കിത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. കാരണം VD സതീശനെ പോലെ ഒരാൾ ഒരു കണക്ക് വെച്ച് ഈ നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലല്ല ആവശ്യത്തെ കാണേണ്ടത്. ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇടതു മുന്നണിക്ക് ഏറ്റവും രൂക്ഷമായി ആക്രമിക്കാൻ കഴിയുന്ന തരത്തിൽ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സംഗതി തന്നെയാണിത്, സംശയമൊന്നുമില്ല. കാരണം
വീട് പണിത് അന്ന് നടത്തിയ പ്രചണ്ഡമായ പ്രചാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം CMDRF-ലേക്ക് ഫണ്ട് കൊടുക്കരുത്, അത് പറ്റിക്കും, വീട്ടിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ എന്തോ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള മട്ടിലാണ് അതിൻ്റെ പ്രചാരണം മുഴുവൻ നടന്നത്. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ആ ടൗൺഷിപ്പ് അവിടെ ഗംഭീരമായി നടക്കുന്നു. ആ ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്ന വെറുതെ ഒന്നുമില്ല. ഇപ്പോൾ DYFI ഈ പൈസ കൊടുത്തു, അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയല്ല. DYFIയും ഊരാളുകളും സർക്കാരും ചേർന്നൊരു MOU ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ സംഘടനകളുമായിട്ട് ഈ സ്പോൺസേഴ്സുമായിട്ട് ആ കാര്യത്തിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഫണ്ട് കൈമാറുകയും കൃത്യമായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ വേണ്ടത് എന്താണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണക്കിൽപ്പെട്ട ആളുകൾക്ക് ഏതാണ്ട് പൂർണ്ണമായും വീടുകളാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ, ഇനി ഒരു പരമാവധി 40 വീടുകൾ കൂടി മൊത്തത്തിൽ മതി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം 300 വീട് എന്ത് ചെയ്യും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ, ഈ പണിയൊന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകൾ ആർക്ക് കൊടുക്കാനാണ്? ഏത് പട്ടികയിൽ എവിടെ നിന്നാണ് ആ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തിയിരിക്കുന്നത്? അതറിയണ്ടേ സർക്കാരിൻ്റെ. ഞാനിപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറെ മറ്റു പലരെയും വിളിച്ച് ചോദിച്ചു നോക്കിയപ്പോൾ ഒരാളുടെ കയ്യിലും അതേത് വീടാണ്, അതിൻ്റെ ആ ബെനിഫിഷ്യറീസിനെ ആര് എവിടെ നിന്ന് കണ്ടെത്തിയെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല. സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായി ആ 450 പേര് അവിടെ വീട് നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ആക്സസ് ഇല്ലാത്തവർ, അങ്ങനെ കാരണം അവിടെ ഭൂമി വല്ലാതെ നമ്മളെല്ലാവരും പോയി കണ്ടതാണ്, അത്ര വലിയ ദുരന്തമായിരുന്നല്ലോ. അപ്പോൾ വീട്ടിലേക്ക് കടക്കാൻ കഴിയാത്തവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെല്ലാം ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കൃത്യമായി ആ ദുരന്തത്തിൽ പെട്ട ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പോയ 104 ആളുകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് കേട്ടോ, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ 3 പേര് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവരിൽ പലരും ഇവരൊക്കെ വീട് കൊടുക്കുമെന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ലീഗിൻ്റെ വീട് കിട്ടുമെന്നോ, കോൺഗ്രസിൻ്റെ വീട് കിട്ടുമെന്നോ, യൂത്ത് കോൺഗ്രസിൻ്റെ വീട് കിട്ടുമെന്നോ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അവരെ യഥാർത്ഥത്തിൽ ഇത്രയും കാലം അത് പറ്റിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവർക്ക് വെച്ച് കൊടുക്കാൻ അതായത് ഓരോരുത്തരും വാശിക്ക് പ്രഖ്യാപിക്കരുത്. ഇപ്പോൾ DYFI 20 കൊടുക്കാമെന്ന് പറഞ്ഞു, 25 കൊടുക്കും, എന്നാൽ ഞങ്ങൾ 30 കൊടുക്കും എന്ന മട്ടിൽ മെസ്സേജ് അത് മാത്രമാണ്. എന്നിട്ട് രാത്രി ഈ പറഞ്ഞ പ്രഖ്യാപിച്ചു പണിയുള്ള വർഷം ആ സമയത്ത് പോയിട്ട് ഇത് എങ്ങനെ വീടുണ്ടാക്കും, അതിനുള്ള പൈസ എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് ആലോചിക്കേണ്ട ആള് വേറെ അദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുഴപ്പങ്ങളിലായിരുന്നല്ലോ. ആയിരുന്നു. അതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയാണെങ്കിൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു അബദ്ധക്കണക്കാണ്. അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കണക്കാണെന്ന് VD സതീശൻ അവതരിപ്പിച്ചത് മാത്രമല്ല, ഇനി ദയവ് ചെയ്ത് ഈ വീടുകളെല്ലാം കൂടി അവിടെ കെട്ടിപ്പോക്കാൻ നിൽക്കരുത്, വയ്യാത്ത പണിക്ക് പോകരുത് എന്നുള്ളതാണ്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? അവിടെ മറ്റ് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ അതൊരുക്കാൻ വേണ്ട. ഇപ്പോൾ VD സതീശൻ തന്നെ പറഞ്ഞു, അവിടെ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നില്ല, അവരുടെ വീടിൻ്റെ വാടക കൊടുക്കുന്നില്ല, കറണ്ട് ചാർജ് കൊടുക്കുന്നില്ല. ഇതൊക്കെ വസ്തുതയാണെങ്കിൽ ആ കാര്യത്തിന് വല്ലതും കയ്യിലുള്ള ഫണ്ട് വിനിയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അനാവശ്യമായി കുറേ വീടുകൾ, ആരാണ് ഈ ഗുണഭോക്താക്കളെന്നോ ആരാണ് ഈ വീടുകൾ വേണ്ടവർ എന്നോ കണ്ടെത്താതെ വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമം നടത്തരുതെന്ന് എനിക്ക് പറയാനുള്ളൂ.